അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, നമ്മുടെ ഇബാദത്തുകളിലെ വളരെ പ്രധാനമേറിയ ഇബാദത്താണല്ലോ നിസ്കാരം. ആ നിസ്കാരം തന്നെ നാം ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ഏറെ പ്രാധാന്യമുള്ളത് ജമാഅത്തായി നിസ്കരിക്കുന്നതിനേക്കാണെന്നും അതും നമുക്കറിയാം. ചെറിയ പ്രതിഫലം ഒന്നുമല്ല, എത്രയോ ഇരട്ടി പ്രതിഫലമാണ് ഒരാൾ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ജമാഅത്തായി ഒരു ഫർള് നിസ്കാരം നിസ്കരിക്കുമ്പോൾ അള്ളാഹു നൽകുന്നത്. അങ്ങനെ ആ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ നാം കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാലേ അതിൻ്റെ പ്രതിഫലം പൂർണ്ണമായി നമുക്ക് കിട്ടുകയുള്ളൂ. അങ്ങനെ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ നാം ശ്രദ്ധിക്കാൻ വേണ്ടി മുത്തുനബി ഒരു ഹദീസിൽ നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യം വളരെ ഗൗരവത്തോടുകൂടെ കേൾക്കേണ്ട, പലപ്പോഴും നാം അശ്രദ്ധയോടുകൂടെ അതെത്രമാത്രം ഗൗരവത്തോടുകൂടെ കാണാത്തൊരു വിഷയമാണ്. പക്ഷേ മുത്തുനബി എത്രമാത്രം ഒരു ഗൗരവത്തോടു കൂടെയാണ് ഈ ഹദീസിൽ നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് കാണാം. മുത്തുനബി പറയുന്നു, ഇദാ അമ്മനൽ ഇമാമു ഫഅമീനു ഫഇന്നഹു മൻ വാഫഖ തഅമീനഹു തഅമീനൽ മലായികതി ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. എന്തൊരു വാക്കാണ്! ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മളോട് പറയാണ്. അങ്ങനെ ശ്രദ്ധിച്ചാൽ അവന് കിട്ടുന്ന പ്രതിഫലമാണ് മുത്തുനബി അവസാനം പറഞ്ഞത്, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അവൻ്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടാൻ കാരണമാകുന്ന വലിയ പോരിശയുള്ളൊരു അമൽ മുത്തുനബി നമ്മെ പഠിപ്പിക്കുകയാണ്. ദോഷം പുറത്തു കിട്ടുക, ദോഷങ്ങളെ മാഫ് ചെയ്ത് കിട്ടുക എന്ന് പറയുന്നത് ചെറിയ വിഷയമൊന്നുമല്ലല്ലോ. എന്നാണ് അത്തരം ഗൗരവമേറിയ ഇബാദത്ത് എന്താണ്? മുത്തുനബി പറയുന്നു, ഇദാ അമ്മനൽ ഇമാമു ഫഅമ്മിനു. ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഒരിക്കൽ പോലും ഒരു വിഷയത്തിൽ പോലും ഇമാമോട് കൂടെ ഒരു കാര്യം നാം ചെയ്യരുത്. ഇമാം ചെയ്തതിൻ്റെ ശേഷമേ നാം ചെയ്യണം. റുക്കൂയിലേക്ക് പോകണമെങ്കിൽ ഇമാം റുക്കൂ പോയതിൻ്റെ ശേഷം പോകൽ, സുജൂദിലേക്ക് പോകണമെങ്കിൽ ഇമാം സുജൂദിലേക്ക് പോയതിൻ്റെ ശേഷം. അങ്ങനെ ഏതൊരു പ്രവൃത്തി എടുത്തു നോക്കിയാലും ഇമാം ചെയ്തതിൻ്റെ ശേഷമേ ചെയ്യാവൂ. അതാണ് ജമാഅത്തായി നിസ്കരിക്കുന്നതിൻ്റെ നിയമം. പക്ഷേ ഇമാം ജമാഅത്തിൽ ഒരു കാര്യത്തിൽ ഇമാമോട് കൂടെ നിങ്ങൾ ചെയ്യണമെന്ന് മുത്തുനബി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതേ ഫാത്തിഹ ഓതിയതിൻ്റെ ശേഷം ഇമാം ആമീൻ പറയുമ്പോൾ ഫഅമ്മിനു, നിങ്ങളും ആമീൻ പറയുക. എന്നിട്ട് മുത്തുനബി പറയുന്നത്, ഫഇന്നഹു മൻ വാഫഖ തഅമീനഹു. ഒരാളുടെ ഈ ആമീൻ പറച്ചിൽ ഒത്തുവന്നാൽ, എവിടെ ഒത്തുവന്നാൽ? തഅമീനൽ മലായികത്ത്, മലായികത്തിൻ്റെ ആമീനോട് ഒത്തുവന്നാൽ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇമാമോട് കൂടെ നിങ്ങൾ ആമീൻ പറയുക എന്ന് പറഞ്ഞിട്ട് മുത്തുനബി പറയുന്നത് എന്താണ്? മലായികത്തിൻ്റെ ആമീനോട് ഒരാളുടെ ആമീൻ ഒത്തുവന്നാൽ. എപ്പോഴാണ് മലായികത്ത് ആമീൻ പറയുക? അത് നമുക്കറിയില്ലല്ലോ. അതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇമാം ആമീൻ പറയുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ അത് കാത്തു നിൽക്കുന്ന മലായികങ്ങളുണ്ട്. അവർ ഇമാം ആമീൻ പറയുമ്പോൾ അവരും ആമീൻ പറയും. ആ ആമീനോടുകൂടെ മാമൂമിങ്ങളായ നമ്മളും ആമീൻ പറഞ്ഞാൽ, അതേ ഒരാളുടെ ആമീൻ പറച്ചിൽ മലായികത്തിൻ്റെ ആമീൻ പറച്ചിലോട് അത് ഒത്തുവന്നാൽ വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അതായത് മലായികങ്ങൾ കാത്തു നിൽക്കുകയാണ് ഇമാം ആമീൻ പറയാൻ വേണ്ടി. ഇമാം ആമീൻ പറയുമ്പോഴേക്ക് അവർ ആമീൻ പറയുന്നവരാണ്. അങ്ങനെ ആ മലായികങ്ങളുടെ ആമീനോട് നിങ്ങളുടെ ആമീൻ ഒത്തുവന്നാൽ അവിടെ കിട്ടുന്ന പ്രതിഫലം ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അവൻ്റെ എല്ലാ പാപങ്ങളും, അവൻ അതുവരെ ചെയ്തു കൂട്ടിയ പാപങ്ങളൊക്കെയും പൊറുക്കപ്പെടുകയാണ്, മാഫ് ചെയ്ത് കിട്ടുകയാണ്. മുത്തുനബി നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. എത്രയോ വലിയൊരു പ്രതിഫലം ചെറിയൊരു അമലിലൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ കിട്ടാവുന്നൊരു അമലാണ് മുത്തുനബി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് വലിയൊരു പ്രയാസമുള്ള വലിയൊരു ബുദ്ധിമുട്ടുള്ള വിഷയമൊന്നുമല്ലല്ലോ. ചെറിയൊരു
എളുപ്പമുള്ള ഒരു കാര്യമാണ് മുത്തുനബി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതിലൂടെ നമുക്ക് ധാരാളം പാഠങ്ങളാണ് കിട്ടുക. ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ മലായിക്കങ്ങളും ആ ജമാഅത്തോടു കൂടെ നിസ്കരിക്കുമെന്നും അതേ ഇമാമിങ്ങൾ ആമീൻ പറയുന്നത് അവർ കാത്തു നിൽക്കുമെന്നും അവർ ആമീൻ പറയാൻ വളരെ ആവേശത്തോടു കൂടി ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ഇമാം ആമീൻ കേൾക്കലോടുകൂടെ അവരും ആമീൻ പറയും. ആ സമയത്ത് മഅ്മൂമിങ്ങൾ അശ്രദ്ധയോടുകൂടെ അതൊന്നും എനിക്ക് വേണ്ടതല്ല എന്ന രീതിയിൽ നിൽക്കുന്നത് എന്തൊരു ഖേദകരമായ വിഷയമാണ്. ഒരിക്കലും ഇനി മുതൽ നമ്മുടെ ജമാഅത്തായി നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ അങ്ങനെ ആയിപ്പോകരുത്. നമ്മുടെ ആമീനും മലായിക്കത്തിൻ്റെ ആമീനോട് ഒത്തുവരണം. ഒത്തുവന്നാൽ കിട്ടുന്ന ഓഫറാണ് മുത്തുനബി നമ്മെ നൽകിയിട്ടുള്ളത്, നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നല്ല പ്രതിഫലം കിട്ടുന്നവരിൽ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.